അപ്പോൾ നമ്മുടെ അടുത്തൊരു കോളേജിൻ്റെ വർക്ക് കൂടെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. A to Z വർക്ക്, എൻജിൻ പണി അടക്കം ഉണ്ടായിരുന്നു, മെക്കാനിക്കൽ ഫുൾ വർക്ക്, അതുപോലെ തന്നെ ഫുള്ളി ഓൾട്രേഷൻ. ഇത് 2000 മോഡൽ വണ്ടിയായിരുന്നു. അത് നമ്മൾ നേരെ കൺവേർട്ട് ചെയ്ത് 2004 മോഡലിലേക്ക് വണ്ടിയിലേക്ക് കൺവേർട്ട് ചെയ്ത് 2000 RS തന്നെ ആയിരുന്നു. അതിൽ നേരെ കൺവേർട്ട് ചെയ്ത് 2004 മോഡലിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. 2000 മോഡൽ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ബമ്പർ മെറ്റൽ ബമ്പർ ആയിരിക്കും. ബോണറ്റ് വ്യത്യാസം ഉണ്ടാകും, ബോണറ്റിൽ ക്രോമോ കാര്യങ്ങളും ഉണ്ടാവില്ല. ഈ ഫ്രണ്ടേജ് കംപ്ലീറ്റും വ്യത്യാസമായിരിക്കും. ആ ലൈറ്റും കാര്യങ്ങളും ബാക്ക് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റും വ്യത്യാസമായിരിക്കും. പക്ഷേ ബോഡി ഷേപ്പ് എല്ലാം ഓക്കെയാണ്. പിന്നെ ഡോറിലും വ്യത്യാസം വരും. ഡോറിൽ സെൻട്രൽ ഡോറിൽ വന്നിട്ട് നമുക്ക് സ്ലൈഡിങ് ടൈപ്പ് വിൻഡോ ആയിരിക്കും വരുന്നത്. ഏറ്റവും ബാക്കിൽ ഓപ്പൺ ടൈപ്പ് വിൻഡോ ആയിരിക്കും അതിനകത്ത് വരുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റി 2004 മോഡലിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. ഫുൾ വർക്ക് A to Z എന്ന് പറഞ്ഞാൽ A to Z വർക്ക് ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. എൻജിൻ വർക്ക്, അതുപോലെ തന്നെ ഫുള്ളി മെക്കാനിക്കൽ വർക്ക്, ഓൾട്രേഷൻ വർക്ക്, കൺവേർഷൻ, അതുപോലെ തന്നെ ഫുൾ പെയിൻറ്റ് കംപ്ലീറ്റ്, ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ കംപ്ലീറ്റ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാ ലൈറ്റുകളും നമ്മൾ ഒറിജിനൽ തന്നെ ഹെഡ്ലൈറ്റ് ലുമാക്സ് ഇട്ടിട്ടുണ്ട്. ആ ലുമാക്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു DRL കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ വരുന്ന ഫോഗ് ലാമ്പിന് ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. ഒരു ഗ്ലോസി ഫിനിഷ് വരുന്ന, ഒരു മാറ്റ് ഫിനിഷ് വരുന്ന, എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റുകളെല്ലാം നമ്മൾ നേരത്തെ ക്രോമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ക്രോമിൽ നിന്ന് മാറ്റിയിട്ട് ഈ ഒരു ടൈപ്പിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ബ്ലാക്ക്. അതാകുമ്പോൾ കുറച്ചുകൂടെ കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഔട്ടർ ലുക്ക് മൊത്തം നമ്മുടെ പാത്തുവിൻ്റെ അതേ സെയിം ലുക്കിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്കേർട്ട്, ലിപ്പ്, ആ സ്കേർട്ടിൽ തന്നെ ഇൻഡിക്കേറ്റർ DRL വരുന്ന ലൈറ്റ് കാര്യങ്ങളുണ്ട്, ഫോഗ് ലാമ്പ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഗ്രില്ല്, ഒറിജിനൽ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. ഗ്രില്ലിൽ നമ്മൾ ഓരോ സ്പോട്ട് ലൈറ്റുകളും വെച്ചിട്ടുണ്ട്. പിന്നെ ടൊയോട്ടയുടെ ഒറിജിനൽ ലോഗോ, അതുപോലെ തന്നെ നെഗോയുടെ ഒറിജിനൽ ആൻറ്റിനി ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈപ്പറിൻ്റെ കാര്യം നോക്കും, വൈപ്പറിൽ നമ്മൾ ക്രിസ്റ്റയുടെ വൈപ്പർ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ കളറായിരുന്നു. അത് മാറ്റി നമുക്ക് പീക്കോക്ക് ഗ്രീൻ വരുന്ന ആ ഒരു ടൈപ്പിലേക്ക്, ഗ്രീനിലേക്ക് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ചെറിയ ചെറിയ എംബ്ലങ്ങളും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഗ്ലാസ്സിൽ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ ഗ്ലാസ് നമ്മൾ ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. ബോലിറോയുടെ മിറർ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹൈലക്സിൻ്റെ മിറർ എത്തിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ബോലിറോയുടെ മിറർ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടേജിൽ നമ്മൾ വരുത്തിയിരിക്കുന്ന മാറ്റം. എന്താ വെച്ചാൽ 2001 2000 മോഡൽ വണ്ടിക്ക് ഫേസ് ഇതല്ല, ഫേസ് വേറെയാണ്. അത് നമ്മൾ നേരെ 2004 മോഡലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലോയ് വീലും ടയറും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് യോക്കോഹാമയുടെ ടയർ തന്നെ നമ്മളിതിനകത്ത് കയറ്റിയിരിക്കുന്നത്. 15 സൈസ് അലോയാണ് ഇതിനകത്ത്, 114 തന്നെയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ഒരു പ്രശ്നമായിരുന്നു സൈഡ് ബീഡിങ്. ആ ബീഡിങ് നമ്മൾക്കിപ്പോൾ സെപ്പറേറ്റ് ഒരു മാർക്കറ്റിൽ നിന്ന് ഒരു ബീഡിങ് നിൽക്കുന്നുണ്ട്. ബ്ലാക്ക്, വൈറ്റ് ഇല്ല, വൈറ്റ് കിട്ടാനില്ല. ബ്ലാക്ക് ഒറിജിനൽ ബ്ലാക്കും ഇല്ല, വൈറ്റും ഇല്ല. ഇപ്പോൾ ബീഡിങ് തീരെ കിട്ടാനില്ല. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് ബീഡിങ് ഇപ്പോൾ വന്നു തുടങ്ങി. അപ്പോൾ അത് കറക്റ്റ് സെറ്റിങ്ങുമാണ്. ആ ഗ്യാപ്പും കറക്റ്റായിട്ട് ഇതാകുന്നുണ്ട്. ഒരുപാട് വീതി ഇല്ല എന്നുള്ളൂ, പക്ഷേങ്കിൽ കറക്റ്റ് ഫിറ്റിംഗ് ആണ്. ആ ഒരു ബീഡിംഗ് ആണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ടൊയോട്ടയുടെ ലോഗോ, കോളിസിൻ്റെ ലോഗോ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിന് മേലെ നമ്മൾ TRD സ്റ്റിക്കർ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഡ് ഫ്ലാപ്പ് ബ്ലാക്ക് കളറിൽ അതിൽ ബാക്കിൽ സ്റ്റീൽ വരുന്ന പോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡ് സ്റ്റെപ്പിൻ്റെ അടിയിൽ നമ്മൾ എല്ലാ വണ്ടിക്കും ചെയ്യുന്നത് പോലെ സ്റ്റീലിൻ്റെ ഒരു സ്റ്റെപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡബിളും വരും, സിംഗിളും വരും. കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മളത് ഒന്നുകൂടെ ഇറക്കണമെന്നുണ്ടെങ്കിൽ അത് ഡബിൾ കൊടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ തന്നെ നിർത്താം. ഈ ഒരു ലെവലിൽ തന്നെ ഭംഗിയുണ്ടാവും. എന്ന് വെച്ചാൽ ആ ഒരു ടൂണിൽ വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു വണ്ടി ഇരുന്ന് പോകുന്നൊരു ഫീൽ ഉണ്ടാവുള്ളൂ. ഈ ഫുഡ് സ്റ്റെപ്പിൻ്റെ അടിയിൽ നമ്മൾ ഈ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് കൊടുത്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ടും ബാക്കും ഇറങ്ങി ഈ സൈഡ് മാത്രം പൊന്തി നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ സൈഡ് വ്യൂ നോക്കുമ്പോൾ നമുക്കത് ഒരു അഭംഗിയായിട്ട് തന്നെ തോന്നും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിക്ക് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റിൻ്റെ റോയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോർ പാഡ്, സീറ്റും സെയിം കളർ ടൂണിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ടൂണിൽ ബട്ടർഫ്ലൈ സീറ്റല്ല, ബക്കറ്റ് സീറ്റ്. ആ ഒരു കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം ആ ഒരു രീതിയിലേക്ക് തന്നെ കസ്റ്റമർ തന്നെയാണ് ഈ കളർ ചൂസ് ചെയ്ത് തന്നതും. ആ ഒരു ടൂണിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ ഡാഷ്ബോർഡ് നമ്മളൊരു ബ്ലാക്ക് വിത്ത് റെഡ് സ്റ്റിച്ചിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ സ്റ്റിയറിംഗ് വീലിൻ്റെ കപ്പ് ആ സീറ്റിനോട് സാമ്യം വരുന്ന പോലെ അതേ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ കൺസോൾ കസ്റ്റമർ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ സെൻട്രൽ കൺസോൾ RSൽ ഒറിജിനൽ വരുന്ന അതേ ഒരു ടൈപ്പിലേക്ക് തന്നെ സെൻട്രൽ കൺസോൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ JBLൻ്റെ സ്പീക്കർ സിസ്റ്റം കംപ്ലീറ്റ് എല്ലാം JBLൻ്റെ തന്നെയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും അതിൽ റിയറിൽ ഓവലാണെന്നുണ്ടെങ്കിൽ നമ്മൾ JBLൻ്റെ സിസ്റ്റം തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ കേൾക്കാനും നല്ലൊരു ഇതുണ്ടാവും. ഇതിൽ നേരത്തെ ഫ്രണ്ട് മാത്രമേ പവർ വിൻഡോ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ മാറ്റിയിട്ട് RDയുടെ പവർ വിൻഡോ 4 ഡോറിലേക്കും വരുന്നത് പോലെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഡോറ് നമ്മൾ ഇതിനകത്ത് മാറ്റിയതാണ്. കാരണം ഇതിൽ സ്ലൈഡിങ് ഡോറാണ് ഇതിനകത്ത് വരിക. അപ്പോൾ അത് മാറ്റിയിട്ട് ഡോർ മാറ്റിയിട്ട് നമ്മൾ അത് ഫിക്സ്ഡ് വൈൻഡർ ടൈപ്പ് എന്ന് വെച്ചാൽ പവർ വിൻഡോ വരുന്ന ടൈപ്പ് പോലെ ഗ്ലാസ് ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബീഡിങ് ഗ്ലാസിൻ്റെ
എല്ലാ ബീഡിങ്ങുകളും നമ്മൾ ഇതിനകത്ത് പുതിയ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ബ്ലാക്ക് ബീഡിങ് അത്യാവശ്യം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ചില വണ്ടികൾക്ക് നമുക്ക് ഗ്രീൻ കളർ വണ്ടി ഗ്രീനിലേക്ക് ഈ ബ്ലാക്ക് ബീഡിങ് വലുതായി കാണുമ്പോൾ ഒരു അഭംഗിയാണ്. പക്ഷേ ഈ ഒരു ചെറിയൊരു ബീഡിങ് കയറുമ്പോൾ അത് കാണാനും കുറച്ചുകൂടെ ഭംഗി തോന്നുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ടൊന്ന് പറയാം. ഈ ഒരു ബീഡിങ് ബാക്ക് റോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്ട്രൈറ്റ് സീറ്റാണ് കണ്ടല്ലേ, ഒരു ഫുൾ ലെങ്ത് സീറ്റ് തന്നെയാണ്. ആ ഒരു ടൂണിൽ തന്നെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അതിൽ തന്നെ ഈ ഒരു റെക്സിൻ സെയിം റെക്സിൻ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെൻട്രൽ എ സി ഒക്കെ ഒറിജിനൽ വരുന്നത് തന്നെയാണ് സെൻട്രൽ എ സി. പിന്നെ താഴെ നമ്മളൊരു 70 മാറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്, ഫുള്ളായിട്ട് മാറ്റ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വന്നിരിക്കുന്നത് ഗ്രേ കളറിലാണ്. റൂഫ് ടോപ്പും ഗ്രേ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ താഴെയും നമ്മൾ ഗ്രേ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്വിഫ്റ്റിൻ്റെ ഹാൻഡിൽ നമ്മൾ സെറ്റ് ചെയ്തു. സ്വിഫ്റ്റിൻ്റെ ഹാൻഡിൽ നമുക്ക് ഈ മിഡിൽ ഡോറിൽ രണ്ടെണ്ണവും ലെഫ്റ്റിലെ ഡോറിലും മാത്രമേ നമുക്ക് വെക്കാൻ കഴിയൂ. കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ട് ഫേസ് ടു ഫേസ് നോക്കുന്ന ഒരു സീറ്റാണ് വരുന്നത്. അതിലേക്ക് നമുക്ക് ഈ ഹാൻഡ് റെസ്റ്റ് ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ചെയ്തിട്ടില്ല. അതേ ഒരു ടൂണിലേക്ക് തന്നെയാണ് വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്ക് നമ്മൾ സീറ്റ് മാറ്റിയിട്ട് നേരെ ഫ്രണ്ട് വ്യൂ പോലെ നമ്മൾ ചെയ്തിട്ടില്ല. ആ സൈഡ് വ്യൂ തന്നെ നോക്കി ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ ഉൾവശം എങ്ങനെ ഉണ്ടായിരുന്നോ അതേ സ്റ്റോക്ക് കണ്ടീഷനിലാണ് നമ്മൾ റെക്സിനും ഇത് മാത്രം മാറ്റിയിട്ടുള്ളൂ. പക്ഷേ ഔട്ടർ ലുക്ക് നമ്മൾ കംപ്ലീറ്റ്ലായിട്ട് മാറിയിട്ടുണ്ട്. 2001 മോഡൽ വണ്ടിനെ നമ്മൾ നേരെ 2004 മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ 2002 മോഡൽ വണ്ടി വരുമ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റേ വരുള്ളൂ. ഈ ഒരു ലൈറ്റിൽ ബ്ലാക്ക് സ്ട്രിപ്പായിട്ടാണ് വരുന്നത്. അത് മാറ്റിയിട്ട് നമ്മൾ ഡിക്കിലേക്കും ഇതിലേക്കും ഇങ്ങനെ വരുന്നൊരു ടൈപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫുൾ കൺവേർഷനാണ്. ആ കൺവേർഷൻ വരുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവും. അതുപോലെ തന്നെ ബീറ്റിൻ്റെ റിയർ വൈപ്പർ വെച്ചിട്ടുണ്ട്. അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഒരു സെപ്പറേറ്റ് വരുന്ന പോലെയാണ് വരിക. ഈ റിഫ്ലാക്ടറൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒറിജിനാലിറ്റി അതും ഒറിജിനൽ ലൈറ്റ് തന്നെ ഇട്ട് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് ബമ്പർ നോക്കുകയാണെങ്കിൽ നേരത്തെ ഒരു മെറ്റൽ ബമ്പർ ഒരു ഇത് വരുന്ന ഒരു ടൈപ്പാണ്. അത് മാറ്റി ഫുൾ മാറ്റി നമ്മൾ ഫുള്ളും 2004 മോഡലിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ വണ്ടിയുടെ ബാക്ക് എങ്ങനെയാണോ അതേ ഒരു രീതിയിലേക്ക് തന്നെയാണ് നമ്മൾ ഇതിനകത്തും കൊണ്ടുവന്നിട്ടുള്ളത്. അതേ ഒരു പെർഫെക്ഷനിൽ കൊണ്ടുവരാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അത് ഉണ്ട് എന്നുള്ളത് തോന്നുന്നു. പക്ഷേ ഇതിൽ വരുന്ന ഇതിൻ്റെ അടിയിൽ വരുന്നൊരു റബ്ബറിൻ്റെ ഒരു പീസ് ഉണ്ട്. അത് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹമ്പും കാര്യങ്ങളൊക്കെ തമിഴ്നാട് TN വണ്ടിയാണ്. ഹമ്പും കാര്യങ്ങളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് ആ ഒരു പോർഷൻ മാത്രം ഞാൻ വിട്ടിട്ടുണ്ട്. എവിടെയും റബ്ബറിൻ്റെ ലിപ്പ് ഞാൻ കൊടുത്തിട്ടില്ല. ബാക്കി സ്കേർട്ടും ലിപ്പും ഡബിൾ സൈലൻസർ കാര്യങ്ങൾ എല്ലാം സെയിം അതേ ലുക്കിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. സെൻറ്റർ പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ സെൻറ്ററിൽ വരുന്ന ലിപ്പും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്പർ പ്ലേറ്റ് ഗാർണിഷ് ഇതിനകത്ത് വരുന്നില്ല. നമ്മളത് സെപ്പറേറ്റ് സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡിലേക്ക് വരുന്ന ക്യാമറ നമ്മൾ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. പലരുടെയും ഈ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ടാണ് ഇടുക. നമ്മളത് മാറ്റി ഈ ഒരു പോർഷനിലേക്ക് അതിൻ്റെ ക്യാമറയും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത്. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എംബ്ലം അപ്പുറത്തും ആ എംബ്ലം ഇപ്പുറത്താണ് വരേണ്ടത്. അത് പിള്ളേർ ഒട്ടിച്ചത് മാറ്റുണ്ട്. അതിനിപ്പോൾ ഞാനത് മാറ്റി ഒട്ടിച്ചു കൊടുക്കാം. എന്ന് വെച്ചാൽ 2.4D RS എന്നുള്ളത് അവിടെയും പോളിസ് ഇപ്പുറത്തും ടൊയോട്ട എങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, അത് മാറ്റാൻ കുഴപ്പമില്ല. അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നാലും ബുദ്ധിമുട്ടില്ല, കാണാൻ ഭംഗി കുറവൊന്നുമില്ല. അത് ഒരു യൂണിറ്റ് അങ്ങനെ വരുന്നത് ആ ഒരു ടൈപ്പിലേക്കാണ്. പിന്നെ ബാക്കിൽ ഇത്ര തന്നെ. പിന്നെ റിയർ ബമ്പറിലൊരു ലൈറ്റും അതൊക്കെ എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് പോലെ തന്നെ അതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ എക്സ്ട്രാ വലിയ ലൈറ്റുകളോ ബാർ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫാമിലി യൂസ് വണ്ടിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടില്ല. ബാറിലൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെടുത്ത് മുകളിൽ വെക്കാം, എന്നാലേ ബാർ ലൈറ്റ് കാണാൻ പറ്റുള്ളൂ. പക്ഷേ അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നേരെ ജെന്യൂനായിട്ട് അങ്ങനെ വരുന്നത് അത്. പിന്നെ അടിയിൽ ഒരു ഫ്ലാഷ് ലൈറ്റോ കാര്യങ്ങളോ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടില്ല. ജെന്യൂനിറ്റി അങ്ങനെയാണ്. അങ്ങനെ ഫ്രണ്ടേജ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വണ്ടിയുടെ ഒരു ലുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് വണ്ടിയിൽ TN 04 H 1300 ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.